സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾക്ക് തേനും വയമ്പും ഈ പാട്ടെടുക്കാം. ഇത് ശിവരഞ്ജിനി രാഗത്തിന്റെ ടച്ചാണ്, പൂർണ്ണമായും ശിവരഞ്ജിനി അല്ല. അപ്പം ഡി ആണ് ശ്രുതി. നമുക്ക് സീല് നോക്കാം, പഠിപ്പിക്കല്ലേ. സരി ഗ പദ സ സാദ പ ഗ രി സ. രി വലുത്, ഗ ചെറുത്, ധ വലുത്. ഓക്കെ. തേനും വയമ്പും രി സ രി ഗ സ. തേനും വയമ്പും രി സ രി ഗ സ. രി സ രി ഗ സ. പദ പദ നാവിൽ തൂവും നാട്ടോ. തേനും വയമ്പും നാവിൽ തൂവും. പദ പദ രിഗസ. പദ പദ രിഗസ. നാവിൽ തൂവും. പദ പദ രിഗസ. വാനം പാടി രീസ രീസ. വാനം പാടി രീസ രീസ. അടുത്തത് തേനും വയമ്പും രി സ രി ഗ പ സ. രി സ രി ഗ പ സ. രി സ രി ഗ പ സ. തേനും വയമ്പും രി സ രി ഗ പ സ. തേനും വയമ്പും നാവിൽ തൂവും. അവിടെ രീഗ നട്ട വരിക, തൂവും എന്നുള്ളത്. പദ പദ രേഖ തൂവും. വാനം വാടി. ഓക്കെ. രാഗം അതിനെ ലെങ്ത് കറക്റ്റ് ചെയ്തോണ്ടിയേ. അവിടെ ദസ. ദസ ശ്രീരാഗം സരി സരി സാധ. സരി സരി സാധ. സരി സരി സാധ. ശ്രീരാഗം. മനസ്സിലായോ? ദസ രാഗം ശ്രീരാഗം സരി സരി സാധ. ഓക്കെ. അത് വേണമെങ്കിൽ സരി സരി സാധ പഞ്ചമത്തിലേക്ക് കൊണ്ടുപോകാം. ശ്രീരാഗം പഞ്ചമത്തിലെത്തി. സരി സരി സാധ പ. ശ്രീരാഗം പാടൂ. അവിടെ ചെറിയ ധ. മനസ്സിലായോ? ചെറിയ ധ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ ഒന്നുണ്ട്. പാടൂ. ശുദ്ധ ദൈവതം എന്ന് പറയും. പാടൂ. പാധ നീ ധരി സരി പ. പഞ്ചമത്തിൽ നിൽക്കണം അവിടെ. ധരി സരി പ ദൈവതം. നീ നീ പഞ്ചമത്തില്. ധരി സരി പ. പാടൂ. നീ 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 ധരി സരി പ. മനസ്സിലായോ? പാടൂ. അവിടെ പാധ ധരി സരി പ. വീണ്ടും വീണ്ടും അവിടെ ഗാരി സഗാരി സഗാരി സഗാരി. വീണ്ടും എന്നുള്ള ആദ്യം ഗാരി, പിന്നെ സഗാരി സഗാരി ഷഡ്ജം. പാടൂ. വീണ്ടും അവിടെ ഗാരി സഗാരി സഗാരി സഗാരി. പിന്നെ തേനും വയമ്പും അവിടെ രി സ രി ഗ പ സ. രി ഗ പ സ. തേനും വയമ്പും നാവിൽ തൂവും. അവിടെ രിഗസ കൊടുക്കാം. തൂവും. നാവിൽ നാവിൽ പദ പദ നാവിൽ പദ പദ നാവിൽ
പദ പദ രഹസ നാവിൽ തൂവും വാനം പാടി. ഇത്രയും പഠിക്കുക. ശിവരഞ്ജിനി രാഗം ഹിന്ദുസ്ഥാനിയിൽ നിന്ന് വന്ന രാഗമാണ്. മനസ്സിലായില്ലേ? ഹിന്ദുസ്ഥാനിയിൽ കാഫി ധാട്ടിന്റെ ജന്യാണ്, കർണാടകയിൽ കരകരപ്രിയ രാഗത്തിന്റെ ജന്യാണ്. മനസ്സിലായില്ലേ? അപ്പം ശിവരഞ്ജിനി പൂർണ്ണമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇത്രയും നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ പരസ്പരം സഹായിച്ചിട്ട് എല്ലാവരും നല്ല സ്നേഹത്തോടെ ബഹുമാനത്തോടെ നന്നായിട്ട് പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം. എന്നാലേ നമുക്ക് പാട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല മനസ്സ് കൊണ്ടു നടക്കുമ്പോഴും പാട്ട് മുന്നോട്ട് പോകുകയുള്ളൂ. ഒരു വാശിയോ വൈരാഗ്യോ അഹങ്കാരോ അത്യാർത്ഥിയോ ഒന്നും പാടില്ല പാട്ട്. നമ്മളൊക്കെ ഇനി എത്ര ജീവിതമുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും മാക്സിമം സഹായിക്കുന്നതിലേ ഉള്ളൂ നമുക്ക് എപ്പോഴും ഒരു നന്മ നിലനിൽക്കുള്ളൂ. മനസ്സിനും ഒരു സുഖം കിട്ടും നമുക്ക്. അതാണ് വേണ്ടത്. എല്ലാവരും മുന്നിലും എല്ലാവരും നമ്മൾക്ക് എന്താ പറയുക, എല്ലാവരും വെറുപ്പിക്കാനല്ലല്ലോ, ഇത് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ട് പാടാനുള്ളതല്ലേ നമുക്ക്. ആരെല്ലാവരും പറയും ഞങ്ങൾ അകത്തുനിന്ന് കൂത്തിൻ്റെ പാടാനാണ് ഞങ്ങൾക്ക് വലിയ, പക്ഷെ അവരൊക്കെ ഒരുവിധം പാടി വരുമ്പോഴേക്കും സമൂഹത്തിലേക്ക് ഇറങ്ങും. അപ്പൊ അവരെ സന്തോഷിപ്പിക്കണ്ടേ, അവർക്ക് തൃപ്തിയാവണ്ടേ. തെറ്റെല്ലാവർക്കും മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും തെറ്റ്, വേഗം മനസ്സിലാവും. പാടാൻ അറിയാത്ത വ്യക്തികൾക്കും അത് അങ്ങനെ അല്ലല്ലോ, അവിടെ എന്തോ ഒന്ന് എങ്ങനെ പറയും. അപ്പൊ നമ്മൾ മാക്സിമം സമൂഹത്തിന് ഇത് ശരിക്കും ഒരു മെഡിറ്റേഷനും കൂടിയാണിത്. ഇതിനൊക്കെ വരുന്ന ആളുകളുണ്ടാവും, സന്തോഷിക്കാനും സമാധാനിക്കാനും ശാന്തി കിട്ടാനും ഒക്കെ പാട്ട് കേൾക്കാൻ വരുന്ന ഇഷ്ടമായ ആളുകളുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ കർമ്മം വൃത്തിയായിട്ട് കൃത്യമായിട്ടും പൂർത്തിയാക്കണം. നമ്മൾ മാക്സിമം ആത്മാർത്ഥത വേണം അതിനോടൊരു, നമ്മൾ പാടുന്നതിനോടൊരു എപ്പോഴും നമുക്കൊരു ആത്മാർത്ഥത വേണം. നമ്മളെ മനസ്സിലുണ്ടാവണം നമ്മളെക്കാൾ അറിവുള്ളവർ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ട്, അപ്പോൾ അവർ രസിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു തെറ്റ് വരും. അപ്പം നല്ലോണം കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. ഇതിന് നന്നായി വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം അറിവുള്ള ആരുടെയും പാടി കേൾപ്പിച്ച് നോക്കുക. എന്നിട്ട് അവരൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഒന്നും നമ്മൾ എല്ലാവരും തികഞ്ഞവരല്ല, ആർക്കും എല്ലാവർക്കും അബദ്ധം വരാം. അതങ്ങനെയാണത്, അത് മനുഷ്യ സഹജമാണ്. അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പാടി ഇത് അവതരിപ്പിച്ചോളി. ഇപ്പം ക്ലിയർ ആട്ടോ ചെയ്തത്. ശരി.